നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമ്മേളനവും മാജിക് പ്രദർശനവും കോലാനി പാറക്കടവ് ജംഗ്ഷന് സമീപം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് നഴ്സറി സ്കൂളിന്റെയും UP സ്കൂളിന്റെയും വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും നൽകി. പരിസ്ഥിതി സംരക്ഷണം കർഷകരെ കുടിയിറക്കിക്കൊണ്ടാവരുതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തൊടുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം പുതുതായി നിർമ്മിച്ച ഇമ്മാനുവൽ ടവറിന്റെ ഡ്രെയിനേജ് സംവിധാനം സമീപത്തുള്ള കെട്ടിട ഉടമ അടച്ചത് പോലീസ് സംരക്ഷണയിൽ തുറന്നു. നഗരത്തിലെ ശിവക്ഷേത്രങ്ങളെല്ലാം ശിവരാത്രി ഉത്സവത്തിനൊരുങ്ങി. വിപുലമായ പരിപാടികളാണ് എല്ലാ ക്ഷേത്രത്തിലും ഒരുക്കിയിരിക്കുന്നത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമ്മേളനവും മാജിക് പ്രദർശനവും കോലാനി പാറക്കടവ് ജംഗ്ഷന് സമീപം നടത്തി. സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് സഭയിലെ ചർച്ചയ്ക്ക് ശേഷമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ വച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ മുതുകാടിൻ്റെ മായാജാലം പ്രദർശനവും അതുപോലെ തന്നെ ഇഷാൻ P. ബഷീർ അവതരിപ്പിക്കുന്ന ലഘു മാജിക്കും ഉണ്ട് എന്ന് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ ഹരി ഇവിടെ അവസാനം സൂചിപ്പിച്ചതുപോലെ കുറച്ച് ആളുകൾക്കെങ്കിലും മാനസാന്തരമുണ്ടായാൽ നമ്മുടെ നാട്ടിൽ അത്രയും മെച്ചപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളാണ്. ഒരു മരണമുണ്ടായാൽ ആ മരണം എല്ലാ വീട്ടിലും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചില വീടുകളിൽ മദ്യപിച്ചതിന് ശേഷം ആളുകൾ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ പറയും ദുഃഖം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അല്പം കഴിച്ചതെന്ന് പറയും. അതുപോലെ കല്യാണം തന്നെ നമുക്ക് എടുക്കാം. ഇന്ന് കല്യാണം എന്ന് പറയുന്നത് അത് മധുരം വെപ്പായാലും. സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് R. ഹരി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ രാജ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോമി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് നഴ്സറി സ്കൂളിന്റെയും UP സ്കൂളിന്റെയും വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും നൽകി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മോനിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡെപ്യൂട്ടി കളക്ടർ CM സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ അഭ്യസനങ്ങളുടെ ഉന്നതമായ നിലയിലെത്തിക്കണം നിരവധി
കൊച്ചുത്രേസ്യ ജേക്കബ്, ലില്ലിക്കുട്ടി സേവ്യർ, മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, റവറന്റ് ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ, എഇഒ കെ കെ രാജൻ, വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ, BPO AN നസീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണം കർഷകരെ കുടിയിറക്കിക്കൊണ്ടാവരുതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ അത് കർഷകരുടെ താൽപര്യങ്ങൾക്കെതിരാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷ യാത്രയുടെ കട്ടപ്പനയിലെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് തന്നെ അവകാശപ്പെട്ടതാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെപ്പറ്റി എല്ലാ ഘടകകക്ഷികൾക്കും അഭിപ്രായം പറയാമെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF ഒറ്റക്കെട്ടാകുമെന്നും TP വധത്തോടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട CPM ഇനിയെങ്കിലും അക്രമം നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പരിചയസമ്പന്നരായ മുന്നണി രാഷ്ട്രീയത്തിൽ വളരെയേറെ അനുഭവ സമ്പത്തുള്ള മാണിസാറും കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലി തങ്ങളും PJ ജോസഫും എല്ലാവരും ചേർന്ന് മറ്റ് കക്ഷികളും ചേർന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഓരോ നിയോജകമണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയി പെരുന്നോളിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, PT തോമസ് MP, കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനി, AK മണി, ഇബ്രാഹിംകുട്ടി കല്ലാർ, നാട്ടകം സുരേഷ്, TP ഹസൻ, EM ആഗസ്തി, MT തോമസ്, ജോയി തോമസ്, S അശോകൻ, TP സുലൈമാൻ റാവുത്തർ, ജോണി കുളമ്പള്ളി, തോമസ് രാജൻ, ശ്രീമന്ത്രം ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. BBC ന്യൂസ് ഇടുക്കി. തൊടുപുഴ പാറമട KSTP റോഡിന് സമീപത്തു നിന്നും അപരിഷ്കൃതമായി മണ്ണെടുത്ത് റോഡ് പണിയുന്നതുമൂലം ജനങ്ങൾ ഭയാശങ്കയിൽ. നാടുകാണി അയ്യകാട് ഭാഗത്ത് ഏകദേശം 80 ഡിഗ്രിയോളം ഭൂമിക്ക് ചെരിവ് തോന്നിക്കുന്നതും KSTP റോഡിനോട് ചേർന്നതുമായ ഭാഗത്ത് സ്വകാര്യ വ്യക്തി വീട് വെക്കുന്നതിനായി സർക്കാർ അനുവാദത്തോടെ നടത്തുന്ന റോഡ് പണിയാണ് മലയടിവാരത്തെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. പുതിയ റോഡ് പണിയുന്ന ഭാഗത്ത് മണ്ണിന് ഉറപ്പില്ലാത്തതും മണൽ കൂടുതലുള്ളതുമാണ് ജനങ്ങളിൽ ഭീതി ഉണർത്തുന്നത്. ഏകദേശം 30 മീറ്റർ നീളത്തിലും 60 ഡിഗ്രിയോളം കയറ്റം തോന്നിക്കുന്നതുമായ റോഡിൽ പശ്ചിമയുള്ള മണ്ണില്ലാത്തതിനാൽ പണി നടക്കുന്നതിനിടയിലും KSTP റോഡിലേക്ക് ശക്തിയായി ഊർന്നു വീഴുന്നുണ്ട്. ഈ റോഡ് പണി മൂലം ജനങ്ങൾക്കോ റോഡിനോ മറ്റെന്തെങ്കിലും സംഗതികൾക്കോ ഇടയായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അപേക്ഷകനാണെന്നും റവന്യൂ അധികൃതർക്ക് റോഡ് പണിയുന്നയാൾ രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും ആകസ്മികമായി ഉണ്ടായേക്കാവുന്ന മഴയോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായാൽ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകുമെന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്നു. മരം വെട്ടി ചാരി വെച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് സാർ. അതിപ്പോ ഇപ്പൊ തന്നെ കുറേശ്ശെ താന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാധനം ഇല്ലാണ്ട് കോഴിപ്പള്ളി അതുപോലെ കോഴിപ്പള്ളി ഇങ്ങനെ അതുപോലെ ഇതുമാകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ നമ്മളെ ചെറുപുഴ ഇങ്ങോട്ട് പോലെ ഈ റോഡ് തന്നെ ഇല്ലാണ്ടാവും. നഗരത്തിലെ ശിവക്ഷേത്രങ്ങളെല്ലാം ശിവരാത്രി ഉത്സവത്തിനായി ഒരുങ്ങി. വിപുലമായ പരിപാടികളാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ശിവരാത്രി ഉത്സവം ആഘോഷിക്കുന്നത്. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലേക്ക് 27-ാം തീയതി 8:30 കാവടി ഘോഷയാത്ര നടക്കും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നിശ്ചല ദൃശ്യങ്ങളുടെയും ആട്ടക്കാവടിയുടെയും പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. 11:30 കാവടി അഭിഷേകം, 12 മണിക്ക് മഹാപ്രസാദകൂട്ട്, വൈകിട്ട് 5 ഭസ്മക്കാവടി ഘോഷയാത്ര, 5:30 ശ്രീമൂകാംബിൽ ഭഗവതി സന്നിധിയിൽ നിന്നും ഭസ്മക്കാവടി ഘോഷയാത്ര, 6:15 ഭസ്മക്കാവടി അഭിഷേകം, 6:35 വിശേഷാൽ ദീപാരാധന, 9:30 ഫ്യൂഷൻ, 12 മണിക്ക് ശിവരാത്രി വിളക്ക്, പഞ്ചാരിമേളം, രാത്രി 12-ന് ശേഷം ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനും സൗകര്യമുണ്ടാകും. 2 മണിക്ക് നൃത്തനാടകമായ അഘോര രുദ്രൻ, 5 മണിക്ക് വെടിക്കെട്ട്. തൊടുപുഴ മുതലിയാർമഠം മഹാദേവ ക്ഷേത്രത്തിലും ശിവരാത്രി മഹോത്സവങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് 27-ാം തീയതി 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 6-ന് മൃത്യുഞ്ജയ ഹോമം കൂടാതെ പതിവ് പൂജകളും ഉണ്ടായിരിക്കും. അമയപ്ര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 27-ാം തീയതി നടക്കും. 8 മണിക്ക് പന്തീരടി പൂജ, നടക്കൽ പറവയ്പ്, 11 മണിക്ക് ഉച്ചപൂജ, 12 മണിക്ക് പ്രസാദപൂട്ട്, വൈകിട്ട് 4-ന് നട തുറക്കൽ, 6:30 ദീപാരാധന,
7-ന് ഉടുമ്പന്നൂർ തൃക്കയിൽ ക്ഷേത്രത്തിൽ നിന്നും ആട്ടക്കാവടി, ചെണ്ടമേളം, താലപ്പൊലി, ഗജവീരന്മാർ എന്നിവരുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടക്കുന്നത്. നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ശിവരാത്രി ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. VBC ന്യൂസ്, തൊടുപുഴ. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 44ാമത് സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ താലൂക്ക് NSS ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചനയും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങുകൾക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് നേതൃത്വം നൽകി. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഞാൻ നായർ സമുദായങ്ങളിലേക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള എന്റെ ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സന്മോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശസാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ളാം. സത്യം സത്യം സത്യം. ചങ്ങനാശ്ശേരിയിൽ നിന്നും 50,000 രൂപ ഒതുക്കിപ്പടിക്കുന്നതിന് ഒരു ചെക്കായിട്ട് ഇവിടെ എത്തിച്ചിരുന്നത് ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ്, ചേരച്ചോട് കരയോഗ പ്രസിഡന്റ് ശ്രീ സുരേഷിന് ആ തുക ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തിയായ പന്നിമറ്റം പതിക്കമല റോഡ്, വെള്ളാരംകുന്ന് കാരക്കാട്ട് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അലക്സ് കോഴിമല നിർവഹിച്ചു. ഒരു റോഡിൻ്റെ വികസനമാണ് ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്നതോടൊപ്പം തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും വേണം. നമുക്കറിയാം, ത്രിതല പഞ്ചായത്തുകൾക്ക്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിന് വലിയ ഒരു ഫണ്ട് ഒന്നും ഈ മേഖലയിൽ പെട്ടെന്ന് നിർവഹിക്കാൻ സാധിക്കില്ലെങ്കിലും കഴിഞ്ഞ വർഷമാണ് നമ്മൾ 8 ലക്ഷം രൂപ വെച്ച് ഈ റോഡിൻ്റെ നിർമ്മാണം ഈ ഭാഗം വരെ എത്തിച്ചേർന്നത്. ഈ വർഷം നമ്മൾ വീണ്ടും 7 ലക്ഷം രൂപയുടെ വെച്ച് ഏതാണ്ട് 15 ലക്ഷം രൂപയോടും ഇപ്പോൾ ഈ റോഡിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റോഡ് മേത്തൊട്ടിയിൽ വരെ എത്തുമ്പോൾ നമുക്കറിയാം, അവികസിതമായ ഒരു വലിയ പ്രദേശം. യാത്രാ സൗകര്യത്തിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള പലർക്കും, അതുപോലെ രോഗികൾക്കും പലർക്കും യാത്രാ സൗകര്യങ്ങൾ ലഭിക്കേണ്ട വളരെ ബുദ്ധിമുട്ടേറിയ, ഇത്രയും വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പോലും ഇത്രയും അവികസിതമായ ഒരു മേഖല നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കൂടാതെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ച് 2ാം ഘട്ട നിർമ്മാണത്തിനൊരുങ്ങുന്ന പന്നിമറ്റം പടിഞ്ഞാറേ മേത്തൊട്ടി റോഡിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർവഹിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV വർക്കി നിരപ്പേൽ, ബ്ലോക്ക് മെമ്പർ M മോനിച്ചൻ, വെള്ളിയാമറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AM ദേവസി അടപ്പൂർ, വൈസ് പ്രസിഡന്റ് ജോസ് മാത്യു, സജി പാലക്കത്തൊട്ടിയിൽ, ടെസ്റ്റിൻ ചെമ്പകത്തിനാൽ, ബെന്നി മീൻപള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെയും വനിതാ ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോളേജ് ക്യാമ്പസിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഇടയിൽ സ്വയം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് പാചകകലയോട് ആഭിമുഖ്യം പുലർത്തുകയുമാണ് ഈ ഭക്ഷ്യമേള കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TJ ജോസഫ് പറഞ്ഞു. ന്യൂമാൻ കോളേജിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെയും അതുപോലെ തന്നെ വനിതാ ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഈ കോളേജ് ക്യാമ്പസിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ച് വരുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വയം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശവും അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ പാചകകലയോട് ആഭിമുഖ്യം വളർത്തുക എന്ന ഉദ്ദേശവുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ അതിജീവിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതും തന്നെ. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം നൽകുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഡിസൈൻ ചെയ്യുകയും അതെന്തെല്ലാം സാധനങ്ങളാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും അത് ഫലപ്രദമായിട്ട് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്ത് ബിസിനസ് ടെക്നിക്സ് കുട്ടികൾക്ക് പ്രാവർത്തികമായി പരിശീലിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇതുവഴിയായിട്ട് നൽകപ്പെടുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ അത് വളരെ നല്ല രീതിയിൽ താല്പര്യപൂർവ്വം അത് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവരുടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൈസ വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് തിരിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെ നിരവധിയായിട്ടുള്ള ബിസിനസ് തന്ത്രങ്ങൾ